സഹോദരരെ, 2024 ലോഗസ് ക്വിസിൻ്റെ പഠനമായ പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ: 1. ഞാനും നിൻ്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ ഡാഷാണ്. പ്രഭാഷകൻ 37:1 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: നാമമാത്ര സുഹൃത്തുക്കളാണ്. 2. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ഏത് തരത്തിലുള്ള ദുഃഖമാണ്? ഉത്തരം: മരണതുല്യമായ ദുഃഖം. 3. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ എന്തുണ്ടായി എന്നാണ് പ്രഭാഷകൻ 37:3 പറയുന്നത്? ഉത്തരം: ദുഷിച്ച ഭാവന. 4. കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ ആപത്ത് വരുമ്പോൾ എന്തു ചെയ്യുന്നു? ഉത്തരം: അവനെതിരായി തിരിയും. 5. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ എന്തു ചെയ്യുന്നു? ഉത്തരം: ആനന്ദിക്കുന്നു. 6. ചില സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പ്രഭാഷകൻ 37:5 പറയുന്നത്? ഉത്തരം: ഉദരപൂരണത്തിന്. 7. ഉദരപൂരണത്തിന് വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്നവർ ഡാഷ് വരുമ്പോൾ അവർ അവന് വേണ്ടി ഡാഷായി നിൽക്കും. പൂരിപ്പിക്കുക. ഉത്തരം: യുദ്ധം വരുമ്പോൾ പരിചയമായി നിൽക്കും. 8. നിന്റെ ഐശ്വര്യകാലത്ത് ആരെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുതെന്നാണ് പ്രഭാഷകൻ 37:6 പറയുന്നത്? ഉത്തരം: സ്നേഹിതനെ. 9. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം ഡാഷാണ്. ഉത്തരം: സ്വാർത്ഥപരമാണ്. 10. ആദ്യം ഉപദേശകൻ്റെ എന്താണ് ഗ്രഹിക്കേണ്ടത്? ഉത്തരം: ലക്ഷ്യം. 11. പ്രഭാഷകൻ 37:8 ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. 12. ഉപദേശകനെ സൂക്ഷിക്കണം, കാരണം അവൻ ഉന്നം വയ്ക്കുന്നത് ഡാഷായിരിക്കും. ഉത്തരം: സ്വാർത്ഥലാഭം. 13. നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നുവെന്ന് കാണുവാൻ അവൻ എന്തു ചെയ്യും? ഉത്തരം: മാറി നിൽക്കും. 14. നിന്നെ സംശയിക്കുന്നവനോട് എന്ത് അരുതെന്നാണ് 37:10 പറയുന്നത്? ഉത്തരം: ഉപദേശം ചോദിക്കരുത്. 15. ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതെന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അസൂയാലുവിനോട്. 16. പ്രഭാഷകൻ 37:11 ആരോടെല്ലാമാണ് ആലോചന നടത്തരുതെന്നും ഉപദേശം തേടരുതെന്നും പറയുന്നത്? ഉത്തരം: 1. സ്ത്രീയോട്, 2. ഭീരുവിനോട്, 3. വ്യാപാരിയോട്, 4. വാങ്ങുന്നവനോട്, 5. വിദ്വേഷിയോട്, 6. ക്രൂരനോട്, 7. അലസനോട്, 8. മടിയനായ ദാസനോട്. 17. സ്ത്രീയോട് അവളുടെ എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുതെന്ന് പറയുന്നത്? ഉത്തരം: പ്രതിദ്വന്ദ്വിയെപ്പറ്റി. 18. ഭീരുവിനോട് ഡാഷിനെ പറ്റി ആലോചന നടത്തരുത്. പൂരിപ്പിക്കുക. ഉത്തരം: യുദ്ധത്തെപ്പറ്റി. 19. വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? ഉത്തരം: വിലയെപ്പറ്റി. 20. വാങ്ങുന്നവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത്? ഉത്തരം: വിൽപ്പനയെപ്പറ്റി. 21. വിദ്വേഷിയോട് ഡാഷിനെപ്പറ്റി ഉപദേശം തേടരുത്. പൂരിപ്പിക്കുക. ഉത്തരം: നന്ദിയെപ്പറ്റി. 22. ക്രൂരനോട് എന്തിനെപ്പറ്റി ഉപദേശം തേടരുതെന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? ഉത്തരം: കരുണയെപ്പറ്റി. 23. അലസനോട് എന്തിനെപ്പറ്റി ഉപദേശം തേടരുത്? ഉത്തരം: അധ്വാനത്തെപ്പറ്റി. 24. ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത്? ഉത്തരം: ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി. 25. വലിയ ഉദ്യമത്തെപ്പറ്റി ആരോട് ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ 37:11 പറയുന്നത്? ഉത്തരം: മടിയനായ ദാസനോട്. 26. പ്രഭാഷകൻ 37:12
4 തരത്തിലുള്ള ആളുകളോട് എപ്പോഴും ഒട്ടി നിൽക്കാൻ പറയുന്നുണ്ട്. അവർ ആരെല്ലാമാണ്? ഉത്തരം: 1 ദൈവഭക്തൻ, 2 കൽപ്പനകൾ പാലിക്കുമെന്ന് ഉറപ്പുള്ളവൻ, 3 നിൻ്റെ സ്വഭാവത്തിനിണങ്ങുന്നവൻ, 4 നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവൻ. 27 ഡാഷനേക്കാൾ വിശ്വാസ്യമായി ഒന്നുമില്ല, പൂരിപ്പിക്കുക ഹൃദയത്തിൻ്റെ ഉപദേശത്തേക്കാൾ. 28 ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ ഡാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. പ്രഭാഷകൻ 37:14 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: സ്വന്തം ഹൃദയമാണ്. 29 എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: അത്യുന്നതനോട്. 30 എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഉത്തരം: ചിന്തയാണ്. 31 എല്ലാ ഉദ്യമവും ഡാഷിൻ്റെ തുടർച്ചയാണ്, പൂരിപ്പിക്കുക. ഉത്തരം: ആലോചനയുടെ. 32 ചിന്ത എവിടെയാണ് വേരൂന്നിയിരിക്കുന്നത്? ഉത്തരം: ഹൃദയത്തിൽ. 33 ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം: 4 നന്മയും തിന്മയും ജീവനും മരണവും. 34 ചിന്തയുടെ 4 ശാഖകളുടെ നിയന്താവ് ആരാണ്? ഉത്തരം: നാവ്. 35 മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു? ഉത്തരം: ബുദ്ധിശൂന്യരായി. 36 വാചാലതയുടെ ഉള്ളവൻ ആരെ സമ്പാദിക്കുന്നു? ഉത്തരം: ശത്രുക്കളെ. 37 വാചാലതയുള്ളവൻ്റെ അനുഭവം എന്താണ്? ഉത്തരം: പട്ടിണി. 38 ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. ആരെ? ഉത്തരം: വാചാലതയുള്ളവനെ. 39 തൻകാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ഡാഷ് അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും. പ്രഭാഷകൻ 37:22 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ജ്ഞാനം. 40 ജ്ഞാനി സ്വന്തം ജനത്തെ എന്തു ചെയ്യും? ഉത്തരം: ഉപദേശിക്കും. 41 ജ്ഞാനിയുടെ വിവേകത്തിൻ്റെ ഫലം ഡാഷാണ്. ഉത്തരം: വിശ്വസനീയമാണ്. 42 ആരുടെ മേലാണ് സ്തുതി കുന്നുകൂടുന്നത്? ഉത്തരം: ജ്ഞാനിയുടെ മേൽ. 43 കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്തു വിളിക്കും? ഉത്തരം: ഭാഗ്യവാനെന്ന്. 44 ആരുടെ ദിനങ്ങൾ പരിമിതമാണ്? ഉത്തരം: മനുഷ്യൻ്റെ. 45 ഇസ്രായേലിൻ്റെ ദിനങ്ങൾ ഡാഷാണ്. 37:25 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: സംഖ്യാതീതം. 46 ജ്ഞാനി സ്വജനമധ്യേ എന്തു നേടും? ഉത്തരം: ആദരം. 47 ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ഉത്തരം: ജ്ഞാനിയുടെ. 48 ജീവിച്ചിരിക്കുമ്പോൾ എന്തു നടത്തണമെന്നാണ് പ്രഭാഷകൻ 37:27 പറയുക? ഉത്തരം: ആത്മശോധന. 49 എന്ത് ചെയ്യരുതെന്നാണ് പ്രഭാഷകൻ 37:27 പറയുന്നത്? ഉത്തരം: ഹാനികരമായത്. 50 എല്ലാവർക്കും എല്ലാം ഡാഷല്ല. 37:28 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: നന്നല്ല. 51 എല്ലാവരും എല്ലാം എന്ത് ചെയ്യുന്നില്ല? ഉത്തരം: ആസ്വദിക്കുന്നില്ല. 52 എന്തിലാണ് അതിര് കവിഞ്ഞ് അഭിനിവേശം അരുതെന്ന് പ്രഭാഷകൻ 37:29 പറയുന്നത്? ഉത്തരം: ആഡംബരത്തിൽ. 53 ഡാഷിൽ ആർത്ത് കാണിക്കരുത്. എന്തിലാണ്? ഉത്തരം: ഭക്ഷണത്തിൽ. 54 അമിതാഹാരം എന്തിന് കാരണമാകുന്നു? ഉത്തരം: രോഗത്തിന്. 55 അമിതഭോജനം എന്തുണ്ടാക്കുന്നു? ഉത്തരം: ദഹനക്ഷയം. 56 അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ്? ഉത്തരം:
അമിതഭോജനം. 57. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും? ഉത്തരം ദീർഘായുസ്. 58. പ്രഭാഷകൻ 37-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31. 59. പ്രഭാഷകൻ 37-ാം അധ്യായത്തിൽ പറയുന്ന 2 യാഥാർത്ഥ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം 1 യഥാർത്ഥ സ്നേഹിതൻ, 2 യഥാർത്ഥ ജ്ഞാനി. 60. പ്രഭാഷകൻ 37:18 നാവാണ് നിയന്താവ്. ഇതിന് സമാനമായിട്ടുള്ള യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ അധ്യായവും വാക്യവും ഏതാണ്? ഉത്തരം യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. താങ്ക് യു വെരി മച്ച്.